അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ റമദാനിൻ്റെ അവസാനത്തിലാണ് നാം ഉള്ളത്. റമദാനിനെ എങ്ങനെ നാം ആവേശത്തോടുകൂടി സ്വീകരിച്ചുവോ അതേപോലെ ആ റമദാനിനെ ആവേശത്തോടുകൂടി യാത്രയാക്കാനും നമുക്ക് സാധിക്കണം. നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, റമദാനിൻ്റെ ആദ്യത്തിൽ അധ്വാനിക്കുന്നവർ പലപ്പോഴും റമദാനിൻ്റെ അവസാനമെത്തുമ്പോൾ ദുർബലരാവുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി അതിനെ സംബന്ധിച്ചൊരു ബോധം നമുക്കുണ്ടാവണം. ആദ്യം നമസ്കാരങ്ങളിലും ഖുർആൻ പാരായണത്തിലും നന്മകളിലും മത്സരിച്ചവർ റമദാൻ പകുതി കഴിയുമ്പോൾ അതിൽ ക്ഷീണിക്കുകയും ദുർബലരാകുകയും ചെയ്യുന്ന അവസ്ഥ, അത് വലിയൊരു തെറ്റാണ്. കാരണം അന്നൽ ഇജ്തിഹാദ് യജിബു അൻ യകൂന ഫിന്നിഹായ, യഥാർത്ഥത്തിൽ അധ്വാനം ആവശ്യമുള്ളത് അവസാനമാണ്. ആദ്യം ആവേശത്തോടു കൂടി തുടങ്ങിയ പ്രവർത്തനം അവസാനത്തിൽ ഏറ്റവും വലിയ ആവേശത്തോടു കൂടി അത് പൂർത്തിയാക്കണം. കാരണം പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നത്, എല്ലാ ശ്രേഷ്ഠകരമായ ദിവസങ്ങളിലും ഫആഖിറുഹു അഫ്ളലു മിൻ അവ്വലിഹി, അവസാനമാണ് തുടക്കത്തേക്കാൾ ശ്രേഷ്ഠം. ഫല്ലൈലു വഖ്തുൻ ഫാളിൽ ഖിയാം, നിസ്കരിക്കാൻ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ സമയം രാത്രിയാണ്. പക്ഷേ അന്നസുലുസുൽ അഖീർ അഫ്ളൽ, അതിൻ്റെ 1/3 അവസാനത്തെ ഭാഗമാണ് ഏറ്റവും ശ്രേഷ്ഠം. ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു തആല ഏറ്റവും താഴ്ന്ന ആകാശത്തേക്ക് ഇറങ്ങി വരികയും ഹൽ മിൻ ദാഇൻ ഫഅസ്തജീബു ലഹ്, ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ടോ, ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകാമെന്ന് പറയുന്ന സമയം അതിൻ്റെ അവസാന സമയമാണ്. യൗമുൽ ജുമഅ, വെള്ളിയാഴ്ച ദിവസം, ആ ദിവസം ഒരു സമയമുണ്ട്. ആ സമയം ഒരു അടിമ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയുകയില്ല. ആ സമയവും ഏതാണ്? ആ സമയവും ആഖിറു സാഅത്തിൻ മിൻഹു, ആ വെള്ളിയാഴ്ചയുടെ അവസാനമാണ്. അറഫ യൗമു മഷ്ഹൂദ്, അറഫ ദിവസം നമുക്കറിയാം സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസം. ഫി ആഖിറി സാഅഹ് മിൻഹു യതജല്ല റബ്ബു ഇലി ഇബാദിഹി, അതിൻ്റെ അവസാന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും താഴ്ന്ന ആകാശത്തേക്ക് വരികയും യഖൂലു ലഹും ഇൻസരിഫു ഫഖദ് ഗഫർതു ലക്കും, നിങ്ങൾ പിരിഞ്ഞു പോയിക്കൊള്ളുവിൻ, നിങ്ങളുടെ പാപങ്ങൾ ഇതാ ഞാൻ പൊറുത്തിരിക്കുന്നു എന്ന് പറയുന്നു. അതും അവസാന സമയമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ റമദാനിൻ്റെ അവസാന സമയം അത് ഏറ്റവും ശ്രേഷ്ഠകരമാണ്. തുടക്കത്തെ പോലെ തന്നെ അവസാനത്തിലും തുടക്കത്തെക്കാൾ വലിയൊരു ആവേശം നമുക്കുണ്ടാവണം. കാരണം അവസാനത്തിലാണ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്നത്. ആ അവസാന സമയത്ത് ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാനത്തെ പര്യവസാനം നോക്കിയിട്ടാണ് പ്രവർത്തനങ്ങൾ പരിഗണിക്കപ്പെടുന്നത്. ലാസ്റ്റ് റൗണ്ടിൽ ക്ഷീണിച്ചു പോയാൽ പരാജയപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹ്.